പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന സർജറിയാണ് ലിപ് ഫില്ലർ. സർജറി അല്ല, ലിപ് ഫില്ലേഴ്സ്. ലിപ് ഫില്ലേഴ്സ് അത് സർജറി ആയിട്ടും ചെയ്യുന്നില്ല ലിപ്പിന്റെ. സർജറി ആയിട്ടല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ ചുണ്ടിനെ കുറച്ചും കൂടി അപ്പീലിംഗ്, അതായത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലിപ് ഫില്ലേഴ്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രായമായ സ്ത്രീകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് 40s 50s പോകുമ്പോഴത്തേക്ക് അവരുടെ വോളിയം കുറയും, ചുണ്ട് ചുരുങ്ങി ചുരുങ്ങി വരും. ആ വോളിയം കുറയുമ്പോഴത്തേക്ക് ആ വോളിയം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലിപ് ഫില്ലേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ലിപ് ഫില്ലേഴ്സ് ചെയ്ത് ഇപ്പൊ എല്ലാവരുടെ ലിപ്സ് കാണാൻ ഒരുപോലെയാണ് എന്ന് ഡോക്ടർക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ? ഞാനൊരു ഫില്ലേഴ്സിന്റെ ഒരു വലിയ ഫാനേ അല്ല ഞാൻ ആക്ച്വലി. കാരണം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ലേഡി ഹീറോയിൻസും അതേപോലെ ഒരുപാട് പേരുടെ ഐഡന്റിക്കൽ ആയി ഫേസ് എന്നുള്ളതാണ്. അതായത് ഇവിടെ കുറെ ഫില്ലേഴ്സ്, ഇവിടെ കുറെ ഫില്ലേഴ്സ്, ചുണ്ടിന് കുറെ ഫില്ലേഴ്സ്. അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാവരും ഐഡന്റിക്കൽ ഫേസ് ആയി എന്നുള്ളത്. ഇനീഷ്യലി രസം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഇനീഷ്യലി രസമായിരിക്കും. പക്ഷെ ഓവർ ദ പീരീഡ്, അതായത് 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഏജിങ് വരും, അവരുടെ മുഖം വൃത്തികേടാവും. അതിൽ ഒരു സംശയവും. ലിപ് ഫില്ലേഴ്സ് എടുത്താൽ മാത്രമല്ല, ഈ മാലാർ ബോൺ ഫില്ലേഴ്സ്, ഇവിടെ ചീക്ക് ഫില്ലേഴ്സ്, ചിൻ ഫില്ലേഴ്സ്, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭംഗികേടാണ്. എനിക്ക് ഒരുപാട് പേര് അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ബിഗ് ഫാൻ അല്ല ഫില്ലേഴ്സിന്റെ, ഒരിക്കലും അല്ല.